ലാപ്രോസ്കോപ്പി ചെയ്യുമ്പോൾ കൂടുതലും ജനറൽ അനസ്തീസിയ മയക്കിയിട്ടാണ് നമ്മൾ സാധാരണ ലാപ്രോസ്കോപ്പി ചെയ്യാറ്. അപ്പോൾ ലാപ്രോസ്കോപ്പി ചെയ്യുമ്പോൾ ആദ്യം പുക്കിൾ വഴി ചെറിയ ഒരു ഇൻസിഷൻ 0.5 സെൻറ്റിമീറ്ററോളം ഒരു ഇൻസിഷൻ ഇട്ടിട്ട് അതിലെ ഒരു വീറീസ് നീഡിൽ എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റ് വഴി നമ്മൾ വയറിൻ്റെ ഉള്ളിൽ കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് ഫില്ല് ചെയ്യും. ഗ്യാസ് ഫില്ല് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കുടലൊക്കെ മാറി നിൽക്കാനും ഓപ്പറേഷൻ ചെയ്യാൻ എളുപ്പമായിട്ട് കിട്ടാനും വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ആ ഇൻസിഷനിൽ കൂടെ തന്നെ വേറൊരു ട്രൊക്കാറ് കയറ്റിയിട്ട് ലാപ്രോസ്കോപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതിനകത്ത് ക്യാമറ ഉണ്ട്. ആ ക്യാമറ വഴി നമുക്ക് വയറിൻ്റെ ഉള്ളിലുള്ള സകല പ്രോബ്ലംസും വളരെ ഡീറ്റെയിൽ ആയിട്ട് മാഗ്നിഫൈഡ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ സൈഡിൽ 2 ചെറിയ പോർട്ട് ഇൻസിഷൻ ഇട്ടിട്ട് ഈ വേണ്ടിയ ഇൻസ്ട്രുമെൻറ്റ്സ് ലൈക്ക് നമ്മൾ വെസൽ സീലറോ അല്ലെങ്കിൽ കോട്ടറി സിസേഴ്സ് അങ്ങനെയുള്ള ഓപ്പറേഷന് വേണ്ട ഇൻസ്ട്രുമെൻറ്റ്സ് അത് ആ വഴി കയറ്റി വിട്ടിട്ട് അതുവഴിയാണ് നമ്മൾ ഓരോ പെഡിക്കിളും ഓരോ ബ്ലീഡറും കണ്ട് പിടിച്ച് അങ്ങനെയാണ് സർജറി ചെയ്യുന്നത്. അപ്പോൾ വളരെ ആക്യുറേറ്റ് ആയിട്ടും വളരെ ക്ലീനായിട്ടും ചെയ്യാവുന്ന ഒരു സർജറിയാണ് ലാപ്രോസ്കോപ്പി. അപ്പോൾ നമ്മൾ ആദ്യം ഇപ്പോൾ യൂട്രസ് റിമൂവ് ചെയ്യാനാണെങ്കിൽ ഈ 3 പെഡിക്കിൾ എന്ന് പറഞ്ഞല്ലോ, 3 പെഡിക്കിൾ പിടിച്ച് കട്ട് ചെയ്ത് അപ്പോഴത്തേക്ക് യൂട്രസ് വിട്ടു വരുവാണ്. അത് കഴിഞ്ഞ് താഴെ യൂട്രസ് റിമൂവ് ചെയ്ത് താഴോട്ട് ഈ സ്പെസിമെൻ താഴോട്ട് എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ താഴെ ആ ഒരു ഹോൾ ഉണ്ടാവും, വെജാനൽ വോൾട്ട് എന്ന് പറയും. അതും നമ്മൾ ലാപ്രോസ്കോപ്പി വഴി സ്യൂച്ചർ ചെയ്ത് കഴിഞ്ഞ് ഈ ഗ്യാസ് വയറിലുള്ള ഗ്യാസ് മുഴുവൻ എം ടി ചെയ്തിട്ട് നമ്മൾ ഈ ചെറിയ മുറിവുകൾ, ആ പുക്കളിലുള്ള മുറിവ് മാത്രമാണ് സാധാരണ സ്റ്റിച്ച് ചെയ്യാറുള്ളൂ. ബാക്കി മുറിവുകൾ സാധാരണ തന്നെ വളരെ നൈസായിട്ട് ഹീൽ ചെയ്യും, അതിൻ്റെ പാട് പോലും കാണാറില്ല. ഇതാണ് ലാപ്രോസ്കോപ്പിക് പ്രൊസീജിയർ. ഓപ്പറേഷൻ കഴിഞ്ഞ് ഒരു 6 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ ആൾക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റും. കൂടി വന്നാൽ 48 മണിക്കൂർ അല്ലെങ്കിൽ 72 hours വീട്ടിൽ പോകാൻ പറ്റും. വളരെ പേർക്ക് ഉള്ള ഒരു സംശയമാണ് ലാപ്രോസ്കോപ്പി വഴി ഇത്രയും ചെറിയ ദ്വാരം ഉണ്ടാക്കിയിട്ട് എങ്ങനെയാണ് ഈ വലിയ മുഴകളും യൂട്രസും ഒക്കെ റിമൂവ് ചെയ്യുക എന്നുള്ള സംശയം എല്ലാവർക്കും ഉള്ളതാണ്. ബേസിക്കലി ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ യൂട്രസിന് 3 അറ്റാച്ച്മെൻ്റ് ഉണ്ട്. ഗർഭപാത്രം റിമൂവ് ചെയ്യുന്ന സർജറി അഥവാ ഹിസ്റ്റെക്ടമി എന്ന് പറഞ്ഞാൽ ഗർഭപാത്രത്തിൽ 3 അറ്റാച്ച്മെൻറ്റ് 2 സൈഡിലും ഉണ്ട്. ആ അറ്റാച്ച്മെൻറ്റ് ഒരു ഇൻസ്ട്രുമെൻറ്റ് വെച്ച് ആ ഒരു അറ്റാച്ച്മെൻറ്റ് പിടിക്കുകയും അത് കരിക്കുകയും കട്ട് ചെയ്യുന്നതും ഒരേ ഇൻസ്ട്രുമെൻറ്റ് വെച്ചാണ്. ആ അറ്റാച്ച്മെൻറ്റ് 3 വിടിയിച്ച് കഴിയുമ്പോൾ യൂട്രസ് തനിയെ താഴോട്ട് വരികയാണ് ചെയ്യുന്നത്. ഒരു 2.5 കിലോ 3 കിലോ ഉള്ള ഒരു കുട്ടിയെ പ്രസവിച്ചെടുക്കാമെങ്കിൽ ഈ മുഴകളോ അല്ലെങ്കിൽ യൂട്രസോ താഴെ വഴി എടുക്കുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല. അതാണ് ഒരു രീതിയിൽ സ്പെസിമെൻ റിമൂവ് ചെയ്യുന്നത്. അല്ലെങ്കിൽ പിന്നെ എൻഡോ ബാഗ് ഇട്ടിട്ട് ചെറുതായിട്ട് ഇപ്പോൾ വലിയ മയോമ ഒക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഒവേറിയൻ സിസ്റ്റ് ആണെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള ഫ്ലൂയിഡ് വലിച്ചെടുത്ത് കഴിയുമ്പോൾ ബലൂണിനകത്ത് കാറ്റ് പോകുന്ന പോലെ സിസ്റ്റിൻ്റെ വോൾ ചുരുങ്ങുകയും ആ സിസ്റ്റ് വോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെറിയൊരു ദ്വാരം വഴി എടുക്കാനും സാധിക്കാറുണ്ട്. ലാപ്രോസ്കോപ്പി വഴി ചെയ്യുമ്പോൾ മുഴുവൻ സ്പെസിമെൻ പോരുന്നില്ല, അത് ചിലർ ബാക്കി വെച്ചിട്ട് പോരുന്നു എന്നുള്ളൊരു സംശയം ചിലർ പറയാറുണ്ട്. അത് ഡോക്ടേഴ്സ് പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ അനുസരിച്ചാണ് തീരുമാനിക്കേണ്ടത്. ചിലത് ഓവറി വെച്ചിട്ട് വരണോ അതോ ഓവറി എടുത്തിട്ട് വരണോ എന്നുള്ളത്. ഓവറി വെക്കുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ 45 വയസ്സിൽ കുറവാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ ഓവറി വെച്ചിട്ട് അറിഞ്ഞുകൊണ്ട് വെച്ചിട്ട് വരുന്നതാണ്. എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഓവറി രണ്ടും റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ ഹോട്ട് ഫ്ലഷസ് അല്ലെങ്കിൽ മെനോപോസൽ സിംറ്റംസ് അങ്ങനെയുള്ളത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓവറി വെച്ചിട്ട് വരുന്നത്.